ഈ കിങ്ഡത്തിന് സ്പീച്ചിനിടയിൽ പറയുന്നത് കേട്ടു ഇതിനകത്ത് ഓഡിഷനൊന്നും നടന്നിട്ടില്ല എന്ന്. ഇതിൻ്റെ പ്രോസസ്സ് അപ്പം എന്തായിരുന്നു? എടാ ഇത് ഞാൻ ഇവിടെ പെട്ടെന്നൊരു കോള് വന്നു, ഇങ്ങനെ ഒരു പടമുണ്ട്, ജേഴ്സി ഡയറക്ടറിൻ്റെയാണ്, ഗൗതം തിന്നന്നൂരി, വിജയ് ദേവരക്കൊണ്ട പടമാണ്, ഇതിലൊരു നല്ല വലിയൊരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു. ഞാൻ ശരി, ഓക്കെ, എനിക്ക് ഓക്കെയാണ്, ഡേറ്റ് ഉണ്ടോ, ആവശ്യത്തിനുണ്ട്, ആ അങ്ങനെ എനിക്ക് ഓക്കെയാണ് എന്ന് പറഞ്ഞ് പോയി ഹൈദരാബാദ് പോയി, കോസ്റ്റ്യൂമൊക്കെ ഇട്ടു. അവർക്ക് അതാണ് ലുക്ക് ടെസ്റ്റ് അവർ കണ്ടിട്ട് സംസാരിച്ചു. ഞാൻ ചോദിച്ചു സാർ ഞാൻ ഓക്കെയാണ്, നമുക്കിത് ഡിസ്കസ് ചെയ്യാം, നമുക്കിത് അടിപൊളിയാക്കാം. പുള്ളി കുറച്ച് വെയിറ്റ് കയറ്റി പോയി ഷൂട്ട് ചെയ്തു. ഇതാണ് പ്രോസസ്സ്. എൻ്റെ ഒരു പെർഫോമൻസ് എനിക്ക് അറിഞ്ഞൂടെ ഇവർ കണ്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം. റിബൽ എന്ന് പറഞ്ഞ തമിഴ് പടത്തിൻ്റെ ട്രെയിലറോ മറ്റോ കണ്ടിട്ടാണോ, അതോ ഇനി ഇൻസ്റ്റാഗ്രാമിലൂടെ എൻ്റെ ഏതെങ്കിലും ഫോട്ടോ കണ്ടിട്ടാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇങ്ങനെയാണ് ഇവർക്ക് എന്നെ കിട്ടുന്നത്. ഞാൻ പറഞ്ഞില്ല, അത് ലക്ക. ഞാൻ കറങ്ങി അവരുടെ പ്രൊഫൈലിൽ പോകുന്ന ലക്ക. ഈ ക്യാരക്ടർ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് പോയിട്ടാണ് വന്നത് എൻ്റെ കയ്യിൽ. ഓക്കെ. കുറേ വലിയ വലിയ ആൾക്കാരുടെ അടുത്ത് പോയി അവർ വിട്ടിട്ടാണ് ഇതെനിക്ക് വരുന്നത്. അപ്പം ഞാനാണ് ഇതിൽ ദ ചോസൺ വൺ, മുരുകന് വേണ്ടിയിട്ടുള്ള. അപ്പം എനിക്ക് അത്ഭുതമായിരുന്നു. ബേസിക്കലി എനിക്ക് ടെൻഷൻ, ഓഡീഷൻ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടല്ലോ ബ്രോ. നമ്മളൊരു മുറിക്കകത്തല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എത്രത്തോളം അത് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. മറ്റേ നമ്മൾ കോസ്റ്റ്യൂം ഉണ്ട്, അപ്പുറത്തും ഇപ്പുറത്തും ആക്ടേഴ്സ് ഉണ്ട്, ഡയലോഗ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പരിപാടി വേറെയാണ്. അപ്പം ഓഡീഷൻ ഞാൻ ഏതിൽ ചെയ്യുന്നുള്ള ടെൻഷനാണ്. നോക്കിയപ്പോൾ ഓഡീഷനേ ഇല്ല. എനിക്കറിഞ്ഞൂടെ ഇവർ എന്ത് ഗഡ്സിലാണ് ഇങ്ങനെ ഒരു കഥാപാത്രം എനിക്ക് തന്നു എന്നുള്ളത്. കഥാപാത്രമാണെങ്കിൽ പടം മൊത്തം ഉണ്ട്, ആദ്യം തൊട്ട് അവസാനം വരെയും എൻ്റെ ക്യാരക്ടറുണ്ട്. അതിലൊരു സർട്ടേൺ ഓഫ് സ്പേസ് എൻ്റെത് മാത്രമായിട്ട് എനിക്ക് തരുന്നുണ്ട്. എൻ്റെ ക്യാരക്ടറിന് വേണ്ടി മാത്രമായിട്ട് ഇവർ എനിക്കൊരു സ്പേസും തരുന്നുണ്ട്. അപ്പോൾ ഇത് അവരുടെ ഗട്ട്സാണ്, ഗൗതം സാറിൻ്റെ ഒരു ഇൻസ്റ്റിങ്ക്റ്റോ അല്ലെങ്കിൽ ഒരു മാരക ധൈര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിനകത്തെ ഫസ്റ്റ് മുരുകേശൻ്റെ ഡയലോഗ് ഉണ്ടല്ലോ, ആദ്യത്തെ ഡയലോഗ്, എന്താ നീ ഇങ്ങനെ കള്ളത്തരത്തോടു കൂടി നോക്കണേ, എന്താ കള്ളമൊഴി മുഴിക്കറേ എന്നുകൊണ്ട് ചോദ്യമുണ്ട്. അതിനകത്ത് തന്നെ അയാളുടെ ഒരു മോട്ടീവ് വളരെ വ്യക്തമാണ്. ഞാൻ ചിന്തിക്കുന്നത് അത്രയും ചിന്തിച്ചാൽ മതി, അതിനപ്പുറത്തേക്കൊന്നും ചിന്തിക്കണ്ട. അതെ, അത് നമ്മുടെ കേരളത്തിലെ ഷൂട്ട് ചെയ്തത്, കൊല്ലം ഹാർബർ. അപ്പം ആ സീനിൽ ഇങ്ങനെ കുറച്ചും കൂടെ ഉണ്ടായിരുന്നു, ഒരു അടിയിടി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബട്ടർഫ്ലൈ നൈഫ് ട്രിക്ക് അതൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കട്ടായി പോയി. എനിക്കിതിന് മുന്നേ ഒരു സീൻ ചെയ്തപ്പോഴേ എനിക്ക് തന്നൊരു ഫീഡിങ്. മുരുകൻ ഹീറോ ആണ്. ഓക്കെ, മുരുകനാണ് ഹീറോ. മുരുകനാണ് ഹീറോ. മുരുകൻ അവൻ ഒറ്റ മൈൻഡിലാണ് അവൻ പ്രവർത്തിക്കുന്നത്. അവന് ശരിയും തെറ്റും ഉണ്ട്. അതാണ് അവന്റെ ശരി, അവന്റെ തെറ്റ്. മറ്റുള്ളവരുടെ ശരി തെറ്റൊന്നും ഇവൻ അറിയേണ്ട ആവശ്യമില്ല. ഇവൻ അത്രയും ജെനുവിനായിട്ട് ഓരോ കാര്യം ഡീൽ ചെയ്യുന്നത്. ഇനി ഒരുത്തന്നെ ദ്രോഹിക്കുന്നതാണെങ്കിൽ ഇവൻ ജെനുവിനായിട്ടാണ് ചെയ്യുന്നത്. ഇവൻ ആർക്കെങ്കിലും വേണ്ടിയല്ല, ഇവന് തോന്നി ചെയ്യുന്നതാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവരെ മേളിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ ഇവ ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ കേറാ സിംഗ അപ്പം അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു നമുക്ക് സാറ് ഫീഡ് ചെയ്ത് തന്നത്. ഈ ബ്ലേഡ് നൈഫ് ടെക്നിക്ക് എത്ര നേരം? ബട്ടർഫ്ലൈ ടെക്നിക്ക് എനിക്ക് 1.5 ദിവസത്തിന് മുന്നെയാണ് എനിക്ക് ബട്ടർഫ്ലൈ ഇതിന്റെ ഡമ്മി അയച്ചു തരുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ ഇവിടെ ഷൂട്ടാണ് രാവിലെ. അപ്പൊ പഠിക്കണം. അപ്പൊ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ട് ഒരു 4 ട്രിക്ക് ചക്കാന്ന് എടുക്കുന്നത്, അടിപൊളി സാധനം ഇടുന്നത്. പക്ഷെ അത് കട്ടായി പോയി പെട്ടെന്ന്. അതിലൊരു സീക്വൻസ് ഉണ്ട് ചെറുതായിട്ട്, പക്ഷെ അതിന് മുന്നേ ഞാൻ ഇങ്ങനെ കറക്കുന്ന ഒരു ട്രിക്ക് ഉണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങും, അതിങ്ങനെ കറക്കിയിട്ട് ഞാൻ ഇങ്ങനെ കൈ കൊടുക്കും, കൊന്നിട്ട് എടുത്തോണ്ട് പോകുന്ന പറയും. ഞാൻ അവളെ കൊന്നിട്ട് നീ എടുത്തോണ്ട് പോകുന്ന പറയും. പക്ഷെ അത് ആ സീനിൽ ചിലപ്പോൾ അത് ആവശ്യമില്ലാതായിരിക്കും. അതുകൊണ്ട് അത് ചിലപ്പം അങ്ങനെ പോയത്. സിനിമ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സീക്വൻസ്, ബാബുരാജിന്റെ പൊസിഷനിലേക്ക് മുരുകേശൻ വരികയാണ്. അപ്പൊ അവിടെ നീ വൈറ്റ് ഷർട്ട്, വൈറ്റ് മുണ്ട്, എല്ലാം വൈറ്റ് ആവുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന ഒരു മൂവി സീനുണ്ട്. അത് ഭയങ്കര ഐക്കോണിക് ആയ സീനാണ്. അത് തേവർ മകനില് കമൽഹാസൻ സാറ് ഫുൾ വൈറ്റ് എടുത്തിരുന്ന ഒരു സീക്വൻസ് ഉണ്ട്. രണ്ടും ഒരെണ്ണം ശരിക്കും നന്മയാണെങ്കിൽ കംപ്ലീറ്റ്ലി തിന്മയാണ്. സ്റ്റിൽ എനിക്ക് അതായിട്ട് ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റിയ ആ സമയത്ത് അങ്ങനെ എന്തെങ്കിലും സീൻ ആലോചിച്ചായിരുന്നു? ഇല്ല. ആ സമയത്ത് അതാണ് എന്റെ ഫസ്റ്റ് ഷൂട്ട് ചെയ്യുന്നത്. ഈ ഗെറ്റപ്പിൽ ഞാൻ ഷൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് സീൻ അതാ. അപ്പൊ എനിക്ക് ബിൽഡപ്പ് വരുന്ന ഇതുപോലെ ഷർട്ടിന്റെ ഇങ്ങനത്തെ ക്ലോസ് വന്ന് ഞാൻ ചെരുപ്പിടുന്നു, ഞാൻ വാച്ച് ഇടുന്നു, ബിൽഡപ്പ് വരുന്നു. അപ്പൊ അടുത്ത മിറർ സീക്വൻസ്. അപ്പൊ എന്റെ ലുക്ക് ഫിക്സ് ആയിട്ടില്ല. പിന്നെയാണ് പറഞ്ഞത് നമുക്ക് ഒരു ഏഡിയാണ് പറഞ്ഞത് നമുക്ക് ബാക്കിലോട്ട് ചീകിയാലോ. അങ്ങനെ പോയി ഞാൻ ബാക്കിൽ ചീകിയിട്ട് വന്നിട്ട് ഇതാണ് പറഞ്ഞത്, എടാ അവിടെ പാൻ ഉണ്ട്, അതെടുത്ത് കഴിച്ചിട്ട് മിററിൽ നോക്കുക. അപ്പൊ ഡയറക്ടർ പറഞ്ഞ, എടാ മിററിൽ നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ വ്യക്തിയുടെ ചെറുപ്പകാലം അതാണ് നീ കാണുന്നത്. ഓക്കെ, നിനക്ക് അതുപോലെ ആവണമെന്നാണ് നിന്റെ ആഗ്രഹം. നീ അദ്ദേഹത്തിനാണ് കാണുന്നത്, ബാബുരാജ് ചേട്ടന്റെ ചെറുപ്പകാലമാണ് നീ അതില് കാണുന്നത്. അപ്പൊ നിനക്ക് എന്തായിരിക്കും നിന്റെ മൈൻഡില്? ഓക്കെ സാർ എന്ന് പറഞ്ഞ് പോയി. അതിങ്ങനെ ആക്ഷൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു. അപ്പം ഈ മുടിയൊക്കെ ഒട്ടിയിരുന്നതുകൊണ്ട് ബ്രോ, അപ്പൊ ഇങ്ങനൊരു ആറ്റിറ്റ്യൂഡും എനിക്ക് കിട്ടിയ ക്യാരക്ടറിന്. കാരണം ഒട്ടിയിരിക്കുന്ന മുടി ആയതുകൊണ്ടും
അതിങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഡയറക്ടർ പറഞ്ഞിട്ട് ഇത് ഓക്കെയാണ് അപ്പൊ പറഞ്ഞു എടാ കുറച്ച് അത് ആ സത്യം പറഞ്ഞാൽ അതൊരു 1.5 മിനിറ്റ് ഉണ്ട് ബ്രോ സീക്വൻസ്. ഞാൻ വരുന്നു, കഴിക്കുന്നു, ക്യാമറ ഇങ്ങനെ വരുന്നു, കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരുന്നു, ഇത് 1.5 മിനിറ്റ് ഇങ്ങനെ ഒറ്റ ഷോട്ടാ. അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇപ്പം ഒരു ആന്റഗോണിസ്റ്റ് ആണെങ്കിൽ പോലും ഇവന്റെ ഇമോഷൻ കാണിക്കണ ഒരു സീനൊക്കെ എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ്. ഇവന്റെ ഒരു വേർഷൻ, ഇവന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഒരു സാധനം ഉണ്ടല്ലോ, ഇവൻ കരയുന്നത്, ഇവൻ ചിരിക്കുന്നത്, ഇവന്റെ എല്ലാ ഇമോഷനും പുറത്ത് വരുന്ന ഒരു സീൻ എന്നൊക്കെ പറഞ്ഞ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം, എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ലക്കായിരുന്നു. ആ സീനായിരുന്നു എനിക്ക് ഈ പടത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ, ആ മിറർ സീക്വൻസ്. ഞാനത് തിയേറ്ററിൽ കണ്ടപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ പേര് എൻ്റെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, അളിയ അത് സൂപ്പറായിരുന്നു റാ, മിറർ സീക്വൻസ് സൂപ്പറായിരുന്നു റാ എന്ന്. അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. ആസ് ആൻ ആക്ടർ എനിക്ക് അതിന് OTT ഇറങ്ങുക പോലും അതെനിക്ക് വീണ്ടും അതെനിക്ക് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. അതെ, ഇനി അടുത്തടുത്ത പരിപാടി ഈ മാനറിസങ്ങൾ ഫ്ലിപ്പ് ആവുന്ന ഒരു കാര്യമുണ്ടല്ലോ വെങ്കി. ഇപ്പം നമ്മള് മുരുകേഷനെ ചെയ്യുന്ന സമയത്തുള്ള ബോഡി ലാംഗ്വേജ് അല്ല, ഈ വൈറ്റ് ആൻഡ് വൈറ്റ് ഇടുമ്പോൾ ബാബുരാജേട്ടൻ എവിടെ നിന്നാണ് അവസാനിപ്പിച്ച് ഈ ബാബുരാജൻ എപ്പോഴും ഈ ഫ്ലിക്കർ ഉണ്ടല്ലോ, ഇത് വെച്ചിട്ടാണല്ലോ ആള് കമാൻഡ് ചെയ്യുന്നത്, അദ്ദേഹത്തിന് ബോഡി കണ്ടീഷൻ കാണുന്നത്. ഇത് കറക്റ്റ് ആയിട്ട് പിന്നെ വെങ്കി അവിടുന്ന് പിന്നെ മറ്റേ മുരുകേഷനില്ല, പിന്നെ സാധനം ചെയ്യാൻ തുടങ്ങും. ആ ട്രാൻസ്ഫോർമേഷൻ നല്ല രസം. ഇതൊക്കെ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നോ? ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയല്ല, സ്ക്രിപ്റ്റിൽ ഇല്ലായിരുന്നു. ഡയറക്ടർ സാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഫസ്റ്റ് ഹാഫ് എന്റെ പരിപാടി എന്ന് പറയുന്നത് ഞാൻ തെറിച്ച് നടക്കുന്ന ഒരുത്തനാ, ഞാൻ മറ്റേ ഇങ്ങനെ ലൂസായിട്ട് നടന്നിട്ട് ഇങ്ങനെ പറയുന്നതാ. അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ എന്റെ ഡ്രസ്സ് വൈറ്റ് ആൻഡ് വൈറ്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞ ഈ വേരിയേഷൻ അറിയണമെന്നാണ് പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാനും ആലോചിച്ചപ്പോഴത്തേക്കും ഇവന് കുറച്ചും കൂടെ പവർ ഉണ്ടല്ലോ, അപ്പൊ ഇവൻ ഓവർ ഇളകേണ്ട ആവശ്യമില്ല. ഇവൻ മറ്റേ സ്റ്റിഫായിട്ട് നിന്നിട്ട് ഇവൻ കാര്യം വളരെ ലൂസായിട്ട് ആര് വന്ന് ഫ്രണ്ട് നിന്നാലും ഇവന് പുല്ലാണ്. അപ്പം അങ്ങനത്തെ ഒരു മൈൻഡ് മനസ്സിൽ വെച്ചിട്ടാണ് ഒരുപാട് ഇളകാതെ, ഒരുപാട് കൈ ഉപയോഗിക്കാതെ, കൈ ഞാൻ അധികം ഉപയോഗിച്ചിട്ടില്ല, വളരെ കുറവാ. അപ്പം അങ്ങനെ ഒരു സാധനം ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയത്. പക്ഷെ എനിക്ക് പേടിയുണ്ടായിരുന്നു, ഇതൊരു ഏച്ചുകെട്ടലാവോ, ഇവൻ വേറെ ആരെയോ പോലെ ഇവ ഇങ്ങനെ ഒന്ന് ശ്രമിക്കുകയാണോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ ആൾക്കാർക്ക് കണ്ടപ്പോൾ എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സും പറഞ്ഞ റിവ്യൂ അനുസരിച്ച് അവർ പറഞ്ഞപ്പോൾ എടാ വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടപ്പോൾ കുറച്ചും കൂടെ പൊളിയായിരുന്നു, ഭയങ്കര സട്ടിലായിരുന്നു ഇമോഷൻസും. പക്ഷെ ഈ സാധനം വർക്കാവുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ചാലഞ്ച്. ഇവിടെ നിന്നും ഇവനും തമ്മിലുള്ള ആ വേരിയേഷൻ, ഇപ്പൊ ഇവന്റെ ഒരു താള വ്യത്യാസം, ഇവന്റെ ഡയലോഗ് റെൻഡറിങ് വ്യത്യാസം, ഇവ ഒരുപാട് ഷൗട്ട് ചെയ്യൂല. ഈ വൈറ്റ് ആൻഡ് വൈറ്റിൽ ഒന്നും ഷൗട്ട് ചെയ്യുന്നില്ല. ഇവ എന്തൊക്കെ പറഞ്ഞാലും ഇവൻ വളരെ കാര്യമായിട്ട് എല്ലാവരെയും കൺവിൻസ് ചെയ്ത് ഇവ ഒരു ബോസി കൈൻഡ് ഓഫ് തിങ്. അപ്പം ഇതെല്ലാം ഗൗതം സാറിന്റെ ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിൽ ഇങ്ങനെയൊന്നും ഇല്ല എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ളത്. ഗൗതം സാറിന്റെ പരിപാടിയാണ് അൾട്ടിമേറ്റ്ലി. പെട്ടെന്നൊരു കിസ് പോലെ ചോദിച്ചോട്ടെ, എന്താ കൺസൈൻമെന്റ് ടാങ്കറിന്റെ നമ്പർ? പ്രധാനമായിട്ട് സീക്രട്ട് കോഡ് ഇല്ലേ, അത് പറ. അത് എനിക്കറിഞ്ഞൂടാ, എന്തോ 11 സംതിങ്. 11 മൂന്നക്കരം പറ. ഹോങ്കോങ്ങിലേക്ക് എനിക്ക് അറിഞ്ഞൂടാ. അയ്യോ ഞാൻ ഈ ഇങ്ങനത്തെ സീനൊക്കെ ഞാൻ പടം കാണുമ്പോഴേ എനിക്ക് അറിയുള്ളൂ. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് എന്റെ സാധനം മാത്രമേ അറിയുള്ളൂ. എനിക്ക് മുരുകന്റെ ക്യാരക്ടറും മുരുകന്റെ അതും ഈ ഇങ്ങനത്തെ സെക്കൻഡ് ഹാഫിലെ സീനൊന്നും എനിക്ക് അറിഞ്ഞൂടാ. മുരുകന്റെ ആദ്യ ഹാഫിലെ സീൻ മാത്രമേ എനിക്ക് അറിയുള്ളൂ. പോകെയാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഫീഡ് ചെയ്ത് സൂര്യയുടെയും ശിവയുടെയും ആ ബ്രദർഹുഡ് റിലേഷൻഷിപ്പ് ഒന്നും ഇത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് ഇതിന്റെ ബേസിക് അറിഞ്ഞൂടാ. എനിക്ക് എന്റെ ബാബുരാജ് ചേട്ടന്റെ ക്യാരക്ടറും എന്റെ ക്യാരക്ടറും മാത്രമേ എനിക്ക് ഐഡിയ ഉള്ളൂ. അപ്പൊ പടം എനിക്ക് പുതുമയായിരുന്നു. അത് HK183 എന്നാട്ടോ. HK183 അല്ലേ, ഭീകര. അതെ, അപ്പം എനിക്ക് കണ്ടപ്പോഴെല്ലാം ഓരോ സീനാണെങ്കിലും, കാരണം എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. ഇത് ഡബ് ചെയ്തപ്പോ പോലെ എന്റെ സാധനം മാത്രമല്ലേ അവര് ബാക്കി വിടുന്നത്. അപ്പൊ എല്ലാം എനിക്ക് പുതുമയായിരുന്നു കണ്ടപ്പോ. ഇതില് ഇടയ്ക്കിടയ്ക്ക് ഈ അച്ഛനോടുള്ള അഡ്മിറേഷൻ, അല്ലെങ്കിൽ അച്ഛനോടുള്ള ഈ ഒരു കൈൻഡ് ഓഫ് അടിമത്വവും കാണിക്കുന്നുണ്ടല്ലോ. ഭയങ്കര ഇമോഷണലായിട്ടാണ് പുള്ളിയുടെ അസിസ്റ്റന്റിന്റെ കഴുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് പറയണ എൻ്റെ ഹീറോ ആണ് അയാൾ എന്ന് പറയുന്നത്. അതിനകത്ത് കുറേ കോംപ്ലക്സ് മൾട്ടിലെയർഡ് ഇമോഷൻ ഉണ്ട് മുരുകേശന്. കാരണം ഒരു പുതിയ തുടക്കമാണ്, ആ തുടക്കം എങ്ങനെ തുടങ്ങുന്നതെന്ന് നമുക്കറിയാം. അയാൾക്ക് അച്ഛനോട് അത്രയും ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇഷ്ടത്തിനപ്പുറത്ത് ഒരു ഭയങ്കര ആരാധനയുണ്ട്. ഇപ്പൊ അനിമലിലെ രൺബീർ കപൂറിനൊക്കെ ഉള്ള പോലത്തെ ഒരു കൈൻഡ് ഓഫ് സാധനം ഉണ്ട് അച്ഛൻ്റെ അടുത്ത്. ആ ഡയലോഗ് പറയുന്ന ഒരു സമയത്ത് ഉള്ളിലേക്ക് കൊണ്ടുവന്ന കാര്യങ്ങളുണ്ടല്ലോ, ഒരു ഇമോഷൻ ഉണ്ടല്ലോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ആ സീൻ ആക്ച്വലി നമ്മൾ പുലർച്ചെ ഒരു അർദ്ധരാത്രി 1 മണിക്ക് 2 മണിക്ക് ഷൂട്ട് ചെയ്യുന്ന സ്വിമ്മിംഗ് പൂള് വിറക്കിയ ഞാൻ അൾട്ടിമേറ്റ്ലി വിറക്കിയ. ആ ഡയലോഗ് ഇത്രയല്ല ഇനിയും ഉണ്ടായിരുന്ന.
എനിക്കതൊരു എൻ്റെതൊരു 40 സെക്കൻഡ് ഡയലോഗ് ഇങ്ങനെ ഇനിയുണ്ട്, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പം ഡയലോഗ് അവസാനം ഹീറോ ആണെന്നൊന്നും ഇല്ല. അപ്പം ഞാനാണ് ഇങ്ങനെ സാറിൻ്റെ അടുത്ത്, സാർ ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നു, എനിക്ക് അച്ഛൻ്റെ പേരൊന്ന് റിപ്പീറ്റ് ചെയ്യണം. അപ്പൊ സാർ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്നാ ഒന്ന് അച്ഛന്റെ പേരും പറഞ്ഞിട്ട് നമുക്ക് ഹീറോ ആണെന്നുള്ളൊരു സാധനം ആഡ് ചെയ്യാം. അപ്പം ആ സീക്വൻസ് ആദ്യം ഞാൻ കുറച്ച് ലൗഡായിട്ടാണ് ചെയ്തത്. ലൗഡായിട്ട് ചെയ്തപ്പോഴത്തേക്കും സാറ് പറഞ്ഞു ഇത് ഇത്ര ലൗഡ് ആവണ്ട. അപ്പൊ എനിക്ക് പരിപാടി മനസ്സിലായി. അപ്പൊ ഇതിനകത്ത് ഞാൻ ഒരു എക്സ്പ്രഷനും പുറത്ത് വിടുന്നില്ല. അപ്പം എന്റെ ക്യാരക്ടറൈസേഷൻ എനിക്ക് ആദ്യമേ ഡയറക്ടർ സാർ എനിക്ക് പറഞ്ഞു തന്നെ എന്താന്ന് വെച്ചാൽ, എടാ ഇവന്റെ ഇമോഷൻ എല്ലാം അകത്താ, ഇവൻ കരയുന്നത് ഇവന് മാത്രമേ അറിയാവുള്ളൂ, ഇവൻ ചില കരയും ചിരിക്കും, ഇതെല്ലാം ഇവന്റെ ഉള്ളിൽ ഭയങ്കര ഒരു അമർഷം, അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ കൊടുക്കുന്ന പരിഗണന ഇവന് കിട്ടുന്നില്ല. അപ്പൊ ഈ എല്ലാ സാധനവും ഉണ്ട്, പക്ഷെ ഇവന് അച്ഛൻ എന്ന് പറഞ്ഞ ജീവനാണ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ ഒരു ചെറിയ ഇപ്പൊ അച്ഛൻ എന്നെ അടിക്കുന്ന ഒരു സീക്വൻസിലാണെങ്കിലും ഒന്നുമില്ല, അച്ഛൻ ടവൽ എടുക്കുമ്പോൾ ഞാൻ ഇന്ന് ടവൽ എടുത്ത് കൊടുക്കും. അപ്പം അങ്ങനത്തെ ചില 1-2 സീക്വൻസേ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പം അത് ഇങ്ങനെ ഇതിന് മുന്നേ ഒരു ഇന്റർവ്യൂവിൽ ഒരാളെ കൂടെ ചോദിച്ചിട്ടുണ്ട്, അതിനുശേഷം നീ ഞാൻ ചോദിക്കുന്നത്. അപ്പം അത് കേൾക്കുമ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. കാരണം ഈ അവൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് ഹീറോ ആണെന്ന് പറയുന്ന സീനാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ കുഴപ്പമില്ലാതെ പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പം അച്ഛൻ്റെ അടുത്തുള്ള ഒരു അഡ്മിറേഷൻ അതിനകത്തുണ്ട്, വിഷമമുണ്ട്, എല്ലാം. എനിക്കും അൾട്ടിമേറ്റ്ലി ഇത് ഗൗതം സാറാണ്. ഞാൻ എൻ്റെ കയ്യിൽ നിന്നൊരു പരിപാടി ഇല്ല, ഗൗതം സാറും പുള്ളിയുടെ ഫ്രീഡമാണ്. ഞാൻ ആ സമയം ചെയ്യുമ്പം ക്യാമറ സത്യം പറഞ്ഞാൽ ഇവിടെയായിരുന്നു. അപ്പം ഇവര് നേരത്തെ റിഹേഴ്സൽ ചെയ്ത് ഇങ്ങനെയായിരുന്നു ഞാൻ പിടിക്കുന്നത്. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ട്, ഞാൻ ഇങ്ങനെ തന്നെ പിടിക്കാം, കാരണം എനിക്കിതാ വാക്ക്. പുള്ളി ക്യാമറ മാറ്റി, അവിടെ നിന്ന് മാറ്റിയിട്ട് ഇവിടെ വെച്ചിട്ട് ലൈറ്റ് സെറ്റ് ചെയ്ത് ഇങ്ങനെ ഷൂട്ട് ചെയ്യാം. കാരണം ആക്ടേഴ്സിനെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു ഡയറക്ടറാണ് പുള്ളി. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. മുമ്പത്തെ സിനിമകളിൽ എങ്ങനെയാന്ന് വെച്ചാൽ, എടാ എനിക്കിങ്ങനെ തോന്നുന്നു, ഞാൻ പറയൂല, ഞാൻ മനസ്സിൽ വെച്ചേക്കും, കാരണം പറഞ്ഞ തെറ്റാവോ നമ്മളെ ഉള്ളിലെ സാധനം. അപ്പൊ അതെന്നെ ഭയങ്കരമായിട്ട് എന്നെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ കരിയറിൽ. അപ്പൊ അതെടുത്ത് മാറ്റുക. നമ്മുടെ ഡയറക്ടറിനോട് നമ്മളൊരു ഡൗട്ട് ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ എനിക്കിതാണ് ഒന്ന് ഇത് നോക്കാം, ഡയറക്ടർ പറയും വേണ്ട മറ്റേതിനെ മതി നോക്കിയേ, ചോദിച്ച ഒരു സന്തോഷമെങ്കിലും നമുക്കുണ്ടാവില്ല ബ്രോ. അപ്പം എപ്പോഴും ഇപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട്, അതായത് നമ്മൾ ഇനിയിപ്പോൾ ഒരു പടം ചെയ്യണം, നമ്മൾ ഒരിക്കലും ഒരു കൺഫ്യൂഷന്റെ ബേസിസിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ നിൽക്കരുത്, കണ്ടുപിടിക്കുന്നത്. നമ്മുടെ ഫുൾ ക്ലാരിറ്റി ഇതാണ്, ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പരിപാടി, ഇങ്ങനെയായിരിക്കും എൻ്റെ ചിന്ത എന്നുള്ള രീതിയിൽ നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരിക്കും. എനിക്ക് ഈ പടത്തിൽ മൊത്തം അങ്ങനെയായിരുന്നു. എന്റെ ഡൗട്ടുകളെല്ലാം ഞാൻ ക്ലിയർ ചെയ്താണ്. കൺവിക്ഷൻ ഉണ്ട്, നന്നായിട്ട് അറിയാം എന്താ ചെയ്യണേന്ന്. ഞാൻ ചോദിച്ചാ പോയത്. എന്റേതായിട്ടുള്ള സജഷൻ ഞാൻ ചോദിക്കും, സാറ് പറയും, ചിലപ്പോൾ പറയും എടാ വേണ്ട, ഓക്കെ സാർ. പക്ഷെ സാറിന്റെ പെർമിഷനോടെയാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു ഡൗട്ടിന്റെ പുറത്തും ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടില്ലായിരുന്നു.